വിജയപ്രതീക്ഷയിലാണ് പാലക്കാട് NDA. പുത്തൻപുലരിയിൽ ഇന്നത്തെ അതിഥി സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറാണ്. C. കൃഷ്ണകുമാർജി, നമസ്തേ, സ്വാഗതം. വീണയും പ്രദീപുമാണ് ഇവിടെ. ജനൻ TV പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് കാണാം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റേത്. വടക്കുംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ. പാലക്കാട് വിജയം. NDAക്ക് 3ാം സ്ഥാനത്ത് UDF. വീണ, എന്തൊരു കോൺഫിഡൻസ് ആണ്. ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വിജയപ്രതീക്ഷയല്ല K. സുരേന്ദ്രൻ പങ്കുവച്ചത്, വിജയിക്കാൻ സാധ്യതയും അല്ല പങ്കുവച്ചത്, ശുഭപ്രതീക്ഷയല്ല പങ്കുവച്ചത്. വടക്കുംനാഥന് ശേഷം വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് സീറ്റ് ഉറപ്പിച്ചു. UDF 3ാം സ്ഥാനത്തെന്നും. അപ്പോൾ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്ന ഒരു ബേസ് വോട്ടുകൾ അവിടെ തന്നെ ഉണ്ടെന്നും അവിടെ നിന്നും UDF പക്ഷത്തു നിന്നും കൃത്യമായ വോട്ടൊഴുക്ക് BJP-യിലേക്കും NDA-യിലേക്കും വന്നിട്ടുണ്ട് എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. കൃഷ്ണകുമാർജി, നമസ്തേ. വടക്കുംനാഥന് ശേഷം വിശാലാക്ഷി സമേത വിശ്വനാഥൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞങ്ങൾ പ്രചാരണ വേളയിൽ കണ്ട അതേ പ്രസാദത്തോടു കൂടി C. കൃഷ്ണകുമാർ, എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ജനൻ TV പ്രേക്ഷകരോട്? അല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം പോളിംഗിന്റെ അവസാന നിമിഷം വരെ BJP NDA പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വോട്ടർമാരെ ബൂത്തുകളിൽ കൊണ്ടുവരാൻ നിന്നത്. BJP-യുടെ ലഭിക്കേണ്ട വോട്ടുകൾ, BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെയും BJP-യുടെ ഷുവറായിട്ടുള്ള വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ നഗർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കനത്ത പോളിംഗ് അല്ലേ, ചരിത്രത്തിൽ റെക്കോർഡ് പോളിംഗാണ് അവിടെയെല്ലാം നടന്നിട്ടുള്ളത്. എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ ഇത്തവണ പോളിംഗിൽ വർധനയുണ്ടായിട്ടുള്ളത്. അതേസമയത്ത് UDF-ൻ്റെ ക്യാമ്പുകളിൽ, UDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, UDF-ന് സാധാരണ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ പ്രായരി പഞ്ചായത്ത് ഉൾപ്പെടെ നഗരസഭാ പരിധിയിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇത്തവണ പോളിംഗിൽ ഇടിവ് വന്നിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിയോട്, UDF സ്ഥാനാർത്ഥിയോടും അതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ നമ്മളെ വഞ്ചിച്ചു പോയ ആൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം അവിടെ നടന്നത്. കോൺഗ്രസ് അവസാന ദിവസങ്ങളിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു. അവർക്ക് എല്ലാം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. അതാണ് നമുക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നത്. നമ്മുടെ പോളിംഗ് കൃത്യമായിട്ട്, നമ്മുടെ വോട്ടുകളുടെ പോളിംഗ് കൃത്യമായി നടക്കുന്നു. നമ്മളൊരു സമാന്തര വോട്ടർ പട്ടിക തന്നെ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ ഉറച്ച വോട്ടുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വോട്ടർ പട്ടിക തന്നെ എല്ലാ ബൂത്തുകളിലും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അത് കൃത്യമായിട്ട് പോൾ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു നമ്മൾ ബൂത്ത് പ്രവർത്തകരുടെ മുന്നിൽ വെച്ചത്. അത് കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടു. മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അവസാനത്തെ പ്രവർത്തകൻ വരെ ലീവ് എടുത്ത് രാവും പകലുമില്ലാതെ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് ബൂത്തുകളിൽ വീടാന്തരം കയറി ഇറങ്ങിയായിരുന്നു. 5-6 തവണയാണ് ഓരോ വീടുകളിൽ എത്തിയിട്ടുള്ളത്. എല്ലാ വീടുകളിലും എല്ലാ വോട്ടർമാരെയും നേരിൽ കാണുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുഴുവൻ പ്രവർത്തകരും മുന്നോട്ട് പോയത്. അതിലവർ 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു. അത് വലിയ പോളിംഗിൽ വലിയ ചലനം തന്നെ ഉണ്ടാക്കി. എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അനുഭവം? ഈ കോൺഗ്രസിന്റെ പ്രതിരോധത്തിലേക്കും മറ്റു ചില തന്ത്രങ്ങളിലേക്കും ഒക്കെ വരാം. പക്ഷേ ഈ ഒരു അനുഭവം പാലക്കാട്ടുകാർക്ക് കൃഷ്ണകുമാർ പുതുമുഖമല്ല, കൃഷ്ണകുമാറിന് പുതുമുഖമല്ല. പാലക്കാടിൻ്റെ മുക്കുമൂലയും അറിയുന്ന നേതാവ്, ഇടത് കോട്ടകളിൽ കടന്നു ചെന്ന് മുനിസിപ്പൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റി തെളിഞ്ഞ് ചുവടുറപ്പിച്ചയാൾ. എങ്കിലും ഈ അനുഭവം തുടക്കം മുതൽ ഇന്ന് വരെ എന്തായാലും പട്ടുപരവതാനിയൊന്നുമല്ല അവിടെ വിരിച്ചിരുന്നത്. അല്ല, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയത് വ്യക്തിപരമായിട്ട് ഉള്ള ബന്ധങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നേരിൽ കാണാതിരുന്നാലോ അല്ലെങ്കിൽ അവരെ ഫോണിലൂടെയെങ്കിലും വിളിക്കാതിരുന്നാലോ അവർക്ക് ഉണ്ടാവുന്ന പരിഭവം നമുക്കറിയാലോ. ഒരു കല്യാണത്തിന് എത്ര അടുത്ത ബന്ധം ഉണ്ടായാലും കല്യാണത്തിന് നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ
അതിൻ്റെ പേരിൽ പരിഭവത്തിൻ്റെ പേരിൽ വരാതിരിക്കുക. അത്തരം ഒരു പരിഭവം ഉണ്ടാവുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പരമാവധി വീടുകൾ, ഇനി എൻ്റെ ഒരു കണക്കനുസരിച്ച് 10,000-ത്തിലധികം വീടുകളിൽ നേരിട്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വോട്ടർമാർ, അതിൻ്റെ 2-3 ഇരട്ടി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ള 2 സ്ഥാനാർത്ഥികൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളും സ്ഥിരമായി കാണുന്ന ആളുകൾക്കൊഴികെ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചോളം അവർ 2 സ്ഥാനാർത്ഥികൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഏത് വീട്ടിനകത്തേക്കും അടുക്കള വരെ കയറി ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. ഇത്തവണ പാലക്കാടത്തെ വോട്ടർമാർ നേരത്തെ തീരുമാനിച്ചുറച്ച പോലെയായിരുന്നു. അവർ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് ഉണ്ടായിട്ടുള്ള പരാജയം, അതിൻ്റെ ഒരു പശ്ചാത്താപം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇത്തവണ അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇത്തവണ ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ വിജയിപ്പിക്കും. അത് പോളിംഗ് ഡേ നമുക്കറിയാൻ കഴിയായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ലീവ് എടുത്ത് ദൈനംദിന വരുമാനം കൊണ്ട് കഴിയുന്ന ആളുകൾ പോലും തിരുപ്പൂരിൽ നിന്നും മറ്റ് പ്രദേശത്തു നിന്നൊക്കെ കുടുംബസമേതം ജോലി എല്ലാം ഉപേക്ഷിച്ച് വന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. വലിയൊരു ആവേശം തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു വോട്ടർമാരുടെ ഇടയിൽ. പരിചയപ്പെടുത്തലിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തുന്നതിന് പുറമെ തന്നെ ഒരുപക്ഷെ കൗതുകരമായി തോന്നിയത്, ഇടതുമുന്നണിക്ക് നോക്കൂ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെന്നും പാലക്കാട്ടെ കോൺഗ്രസ്സുകാരോട് നോക്കൂ ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നും പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ലേ കൃഷ്ണകുമാർജി? ഒന്ന് വിശ്വസിപ്പിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. 2 മുന്നണികൾക്കും ആദ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഒരു 10-12 ദിവസം 2 മുന്നണികൾക്കും അവരുടെ സ്ഥാനാർത്ഥികളെ സ്വന്തം പ്രവർത്തകർക്ക് പോലും പരിചയപ്പെടുത്തേണ്ട സ്ഥിതിയായിരുന്നു. പക്ഷേ NDA സംബന്ധിച്ചോളം അത്തരത്തിലൊരു പ്രശ്നം പാലക്കാട് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നിച്ച് താഴെത്തട്ടിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്കൊപ്പം നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വരുന്നു, നിരവധി പതിറ്റാണ്ടുകൾ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനെല്ലാം പുറമെ പാലക്കാട് നഗരസഭയിൽ 20 വർഷക്കാലം കൗൺസിലർ, നഗരസഭാ വൈസ് ചെയർമാൻ, നഗരത്തിൽ പ്രളയമുണ്ടായ സമയത്ത്, കോവിഡ് ഉണ്ടായ സമയത്ത്, ഇതെല്ലാം ആ സമയത്തെല്ലാം അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. അതിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നുള്ളതല്ല, എല്ലാ മേഖലയിലും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ പോലും അത്തരത്തിലൊരു അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്.